ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടകിൽ. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സീസണൽ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സീസണൽ ഫ്രൂട്ട് ആണ് ഈ പറയുന്ന കസ്റ്റാർഡ് ആപ്പിൾ. നമ്മൾ ഇതിനെ സീതപ്പഴം, അത്തിപ്പഴം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സീതപ്പഴം നമ്മുടെ നാട്ടിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കാനായിട്ടുണ്ട്. അതായത് നമുക്കിതിനെ ഒരു സർവ്വരോഗ സംഹാരി എന്ന് തന്നെ നമുക്ക് വിളിക്കാനായിട്ട് ഈ സീതപ്പഴത്തിനെ സാധിക്കും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാം സീതപ്പഴം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 25 ഗ്രാം കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ മുതലായിട്ടുള്ള ഒട്ടനവധി മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കൊളസ്ട്രോള് അല്ലെങ്കിൽ ഫാറ്റിന്റെ അളവ് 0 ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിലും ഇതിൽ ഫൈബർ കണ്ടന്റ് വളരെ നല്ല രീതിയിലുണ്ട്. ഏകദേശം 2 ഗ്രാമോളം ഫൈബർ കണ്ടന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു ന്യൂട്രീഷണൽ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മളിപ്പോൾ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ കുറച്ചു നിർത്താനായിട്ട് സാധിക്കും. അതായത് ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ വയറിന്റെ ഉള്ളിലായിട്ടുള്ള മ്യൂക്കോസൽ ലെയറിനെ ഹെൽത്തി ആയിട്ട് നിർത്തുന്നതിനും ഒക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും. അതായത് വയറെരിച്ചില്, പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീതപ്പഴം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൽ സാധാരണ വരുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് സാധാരണ മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് സേഫ് ആയിട്ട് കഴിക്കാം. പക്ഷെ പഞ്ചസാര ചേർക്കാതെ വേണം നമ്മളിത് കഴിക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഫാറ്റ് കണ്ടന്റ് 0% ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ രോഗമോ അല്ലെങ്കിൽ BP ഉള്ളവർക്കും ഇത് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഴമാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാനും BP ഒക്കെ കൺട്രോളിലായിട്ട് നിർത്തുന്നതിനും ഒക്കെ നമ്മൾ സീതപ്പഴം അല്ലെങ്കിൽ കസ്റ്റാർഡ് ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഗുണം കൂടി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ B6 നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം അകറ്റാനും ടെൻഷനും ആൻസൈറ്റി ഒക്കെ നല്ല രീതിയിൽ കുറച്ച് നിർത്തിയതിനു ശേഷം നമുക്ക് നല്ലതുപോലെയുള്ള ഒരു ഉന്മേഷവും ഊർജവും ലഭിക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ള വാട്ടർ കണ്ടന്റിന്റെ അംശം എപ്പോഴും നിലനിർത്തുന്നതിനും കസ്റ്റാർഡ് ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ കാൽസ്യം കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മസിലുകളിലും ജോയിന്റിലും ഉണ്ടാകുന്ന വേദനയൊക്കെ പെട്ടെന്ന് കുറയുന്നതിനും ഒക്കെ ആയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ A നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാഴ്ച ശക്തിക്ക് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അനീമിയ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്തുന്നതിന് സാധിക്കും. പക്ഷേ പ്രമേഹ രോഗികൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഒരിക്കലും പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ കഴിക്കരുത്. അതുപോലെ തന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ആഡഡ് ഷുഗറുകൾ ചേർക്കാതെ നമുക്കിത് ഷേക്കുകളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ആയിട്ടോ അതായത് അരിച്ച് കളയാതെ ഉള്ള ജ്യൂസുകൾ ആയിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ദഹനം പ്രോപ്പർ ആവുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റാർഡ് ആപ്പിൾ കഴിക്കാം. ഒട്ടനവധി രോഗങ്ങളെ ചെറുക്കുന്നതിനും ഇതിനൊരു ആന്റി ക്യാൻസറസ് ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ രോഗം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിവെൻഷൻ എന്ന നിലയിലും ഒക്കെ നമുക്ക് കസ്റ്റാർഡ് ആപ്പിൾ സ്ഥിരമായിട്ട് കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടോ വാട്സാപ്പിലോ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലോ അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.